Hello, my dear students. Welcome back to Industrial Relations. ഇന്ന് നമ്മൾ 30ാമത്തെ സെഷനിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെഗോസിയേഷനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കളക്റ്റീവ് ബാർഗൈനിങ്. അതായത് നമ്മളുടെ ട്രേഡ് യൂണിയൻസ്, എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ്സും ഈ എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മെയിനായിട്ടും നമ്മുടെ എംപ്ലോയീസിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിയൻസിനെ നമ്മൾ അധികാരപൂർവ്വം അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കുന്ന ട്രേഡ് യൂണിയൻസിനെ അധികാരമുള്ള ഒരു അസോസിയേഷനായിട്ട് അംഗീകരിക്കുക. ഓക്കെ, അതിലൂടെ അവർ എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഉന്നയിച്ച് അവരുടെ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ അവർ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഓർഗനൈസേഷന് എംപ്ലോയീസ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ എംപ്ലോയീസിന് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിനോട് പറയുമ്പോൾ അതിനെ ഡ്യൂ റെസ്പെക്റ്റോട് കൂടിയിട്ട് മാനേജ്മെൻറ്റ് അത് ട്രീറ്റ് ചെയ്ത് അതിനെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ജനാധിപത്യ രീതിയിൽ പരസ്പരം ചർച്ച ചെയ്ത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് നല്ലൊരു തീരുമാനം എടുക്കുക വർക്കിംഗ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടുകൾ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ടുകൾ ഡേ ടു ഡേ ആയിട്ടുള്ള അവരുടെ വർക്കിംഗ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സൊക്കെ ആയിരിക്കും. അതൊക്കെ വളരെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശരിക്കും നമ്മളുടെ എംപ്ലോയീസിൻ്റെ മൊത്തത്തിൽ നമ്മുടെ രാജ്യമൊട്ടാകെയുള്ള രീതിയിൽ ഈ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ എംപ്ലോയീസിൻ്റെ ഓരോരുത്തരുടെയും അവരുടെ താല്പര്യങ്ങൾ അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ അവരുടെ ജോബ് സെക്യൂർ ചെയ്യാനുള്ള ഒരു ഡിഫെൻഡിങ് മെത്തേഡായിട്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കളക്റ്റീവ് ബാർഗൈനിങ് ശരിക്കും നമ്മുടെ മാനേജ്മെൻറ്റും യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സും യൂണിയൻ മെമ്പർഷിപ്സും എല്ലാവരും അക്സെപ്റ്റബിൾ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. ഓക്കെ, ഒരു സംവിധാനമാണത്. അപ്പം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ നമ്മളെപ്പോഴും നല്ല ഒരു ഇൻഡസ്ട്രിയൽ പീസ് നമ്മുടെ ഈ പറയുന്ന ജോലി സ്ഥലത്ത് നല്ല സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വില കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ തമ്മിൽ ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിലാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ പീസ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ ഒരു ഫ്രീ സൊസൈറ്റി, നമ്മുടെ ജോലിക്കാരുടെ ഒരു ഫ്രീ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. ഈ പറയുന്ന ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ നമ്മുടെ എംപ്ലോയീസിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ അന്തസ്സ്, അവരുടെ വാല്യൂ, അതുപോലെ അവർക്ക് ആ അവർ ജോലി ചെയ്യാനുള്ള അവരുടെ ഫ്രീഡം, ഇതെല്ലാം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഉദ്ദേശങ്ങൾ. ഒരു നല്ല കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ നമ്മുടെ എംപ്ലോയീസിന് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസും. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാണ്. എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഒരു കൗണ്ടർ പ്രപ്പോസലിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കൗണ്ടർ പ്രപ്പോസൽ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ ചൊല്ലി രണ്ടുപേർക്കും രണ്ട് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം വേജ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ മാനേജ്മെൻറ്റിന് ഒരു റീസണബിൾ വേജ് കൊടുക്കാം എന്നായിരിക്കും, പക്ഷേ ട്രേഡ് യൂണിയനും എംപ്ലോയീസ് പറയുന്നത് ആ റീസണബിൾ വേജിലും കുറച്ചുകൂടി കൂടുതൽ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യത്തിനെ ചൊല്ലി രണ്ടുപേർക്ക് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അതിനെ പരസ്പരം മാച്ച് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ബാർഗൈനിങ്
മെത്തേഡ് എന്ന് പറയുന്നത്, നല്ലൊരു ബാർഗെയിനിങ് എന്ന് പറയും, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ബാർഗെയിനിങ്ങിലൂടെ രണ്ട് പാർട്ടീസും തമ്മിൽ റീസണബിൾ ആയിട്ടുള്ള എഫേർട്ട് എടുത്ത് ഒരു കോമൺ എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരിക്കലും ഒരു നിർബന്ധം ഉണ്ടാക്കലില്ല. അതായത് മാനേജ്മെൻറ്റ് ഒരിക്കലും ട്രേഡ് യൂണിയൻസിൻ്റെ അടുത്ത് നിർബന്ധിക്കുന്നില്ല, ട്രേഡ് യൂണിയൻസും മാനേജ്മെൻറ്റ് അടുത്തേക്ക് നിർബന്ധിക്കില്ല. പരസ്പരം കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എയിമിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പം ലൈക്ക് മാനേജ്മെൻറ്റ് പറയുന്നു, നേരത്തെ പറഞ്ഞ പോലെ വേജസ് കുറച്ച് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എംപ്ലോയീസ് അതിലും കുറേ കൂടി കൂടുതൽ കൊടുക്കാൻ വേണമെന്ന് ചോദിക്കാൻ. സോ അതിലൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു നെഗോസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും ട്രേഡ് യൂണിയൻസ് പറയുന്ന അത്രയും മാനേജ്മെൻറ്റ് കൂട്ടി കൊടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ മാനേജ്മെൻറ്റ് കുറച്ച് കൂട്ടി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി, അതായത് ട്രേഡ് യൂണിയൻ പറയുന്ന അത്രയല്ലാതെ കുറച്ചുകൂടി കൂട്ടാമെന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ട്രേഡ് യൂണിയൻ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യും. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ഇത്രയെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ട്രേഡ് യൂണിയൻസ് പറഞ്ഞുകൊണ്ട് കുറച്ചെങ്കിലും കൂട്ടിയുള്ളൂ എന്നുള്ള രീതിയിലാണ് മാനേജ്മെൻറ്റ് സൈഡിൽ. അപ്പോൾ അങ്ങനെ പരസ്പരം നെഗോഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ രണ്ടുപേരും വിൻ വിൻ അപ്രോച്ചായിട്ട് ആർക്കും ഒരു നഷ്ടം വരാത്ത രീതിയിലാണ് നെഗോസിയേഷൻസ് വരുന്നത്. ഓക്കെ, സോ ആർബിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഥർ നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്കോമഡേഷൻ ബിറ്റ്വീൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റും അതുപോലെ ട്രേഡ് യൂണിയൻസ് ഉദ്ദേശിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ എംപ്ലോയീസ്. ഇവർ രണ്ടുപേരും തമ്മിൽ അക്കോമഡേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ്? വിച്ച് ഹാവ് ബോത്ത് കോമൺ ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. ഒരു കോമൺ ആയിട്ടുള്ള കാര്യത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേജ് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അതിനെക്കുറിച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, അക്കോമഡേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്, ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യുക വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ വരിക, ഒരു ധാരണയിലെത്തുക, അതാണ് അക്കോമഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏഷ്യൻ റീജിയണൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷൻ 1953 നടന്നതിൽ അവർ കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെങ്കിൽ കളക്റ്റീവ് അഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നമുക്ക് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ വേജസിനെ ഡിറ്റർമിൻ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് നല്ല ഒരു കളക്റ്റീവ് നെഗോസിയേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാം. ആ ഡെവലപ്മെൻറ്റിൽ നമ്മളുടെ എംപ്ലോയേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഒരു നല്ലൊരു അസോസിയേഷൻ അതിലൂടെ ഫോം ചെയ്യാം. അതാണ് നമ്മുടെ ഏഷ്യൻ റീജിയണൽ കോൺഫറൻസ് ഓഫ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. ഇനി നമ്മുടെ നാഷണൽ ലേബർ റിലേഷൻസ് ആക്ട് ഓഫ് US പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷൻ എങ്ങനെയാണ്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഇതൊരു പെർഫോമൻസ് എന്തിൻ്റെ പെർഫോമൻസാണ്? മ്യൂച്വൽ ആയിട്ടുള്ളൊരു ബാധ്യത. അതായത് മാനേജ്മെൻറ്റിന് എംപ്ലോയീസിൻ്റെ അടുത്തും ബാധ്യതയുണ്ട്, എംപ്ലോയീസിന് മാനേജ്മെൻറ്റിൻ്റെ അടുത്തും ഒരു ബാധ്യതയുണ്ട്. സോ അവർ തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ്റെ ഒരു പെർഫോമൻസ് ആണ്. അപ്പം അത് എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഇവിടെ ട്രേഡ് യൂണിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അവർ തമ്മിൽ പെർഫോം ചെയ്യുന്നതാണ്. അത് ഒരു പർട്ടിക്കുലർ റീസണബിൾ ടൈമിൽ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ചിലപ്പോൾ വേജസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടോ ആയിരിക്കും ഈ ഒരു മ്യൂച്വൽ ഒബ്ലിഗേഷൻ പെർഫോമൻസ്. പിന്നെ അത് പിന്നീട് ഒരു നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള അഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, അതൊരു റിട്ടേൺ കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ കോൺട്രാക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നാഷണൽ ലേബർ റിലേഷൻ ആക്ട് ഓഫ് US കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷനിലും പറയുന്ന ഒരു ഇതാണ്, അതായത് നമ്മളുടെ മ്യൂച്വൽ ഒബ്ലിഗേഷൻസ്, അതായത് മാനേജ്മെൻറ്റും അതുപോലെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ മ്യൂച്വൽ ഒബ്ലിഗേഷൻത്തെ പെർഫോമൻസ് ആണല്ലോ കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പോൾ അതും എന്ത് ചെയ്യുന്നില്ല, അത് കമ്പൽ ചെയ്യുന്നില്ല ഒരിക്കലും. അവിടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്.
ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ സ്കോപ്പിനെ കുറിച്ചുള്ള കാര്യമാണ്. ശരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ചാൽ വളരെ വാസ്റ്റായിട്ടുള്ള സ്കോപ്പാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ വരുന്നത്. കാരണം എത്രമാത്രം എംപ്ലോയേഴ്സ് ഈ പറയുന്ന നമ്മളെ എംപ്ലോയീസിനെ ഫേവർ ചെയ്യുന്നു, അതുപോലെ എംപ്ലോയീസിൻ്റെ റിലേഷൻഷിപ്പ്, അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനിലെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ സ്കോപ്പ് വരുന്നത്. നമുക്കറിയാം നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടെന്ന്. ചേഞ്ചസ് അനിവാര്യമാണ്. അതുപോലെ കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഓരോ ഇൻഡസ്ട്രിയിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ സ്കോപ്പ് വരുന്നത്. അപ്പോൾ മോനപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഥർ നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് എപ്പോഴും ഈ കളക്റ്റീവ് ബാർഗൈനിങ് നമ്മളുടെ വേജസിനെ ആസ്പദമാക്കിയിട്ട്, ബോണസിനെ ആസ്പദമാക്കിയിട്ട്, ഓവർ ടൈമിനെ ആസ്പദമാക്കിയിട്ട്, പെയ്ഡ് ഹോളിഡേയ്സിനെ ആസ്പദമാക്കിയിട്ട്, അതുപോലെ സിക്ക് ലീവിനെ, സേഫ്റ്റി വെയർ കാര്യങ്ങളെക്കുറിച്ച്, പ്രൊഡക്ഷൻ നോംസിനെ കുറിച്ച്, വർക്ക് ചെയ്യേണ്ട അവേഴ്സിനെ കുറിച്ച്, പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ച്, പിന്നെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, പിന്നെ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ ഫയർ ചെയ്യുന്നത്, അതായത് ജോബ് വിട്ട് അവരെ പിരിച്ചു വിടുന്നത്, പിന്നെ അവരുടെ ജോബിന് ഇവാലുവേഷൻ, അത് മോഡേണൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കളക്റ്റീവ് അതിലൊക്കെയാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ സ്കോപ്പ് വരുന്നത്. ഓക്കെ. പിന്നെ ഈ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ സ്കോപ്പ് വരുന്നത് അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഇൻഡസ്ട്രിയിലും അതിൻ്റെ സ്കോപ്പ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഓക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഇൻഡസ്ട്രിയിലും അവിടെ നിലകൊള്ളുന്ന ട്രേഡ് യൂണിയൻസ് അതിൻ്റെ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസും മാനേജ്മെൻറ്റും തമ്മിലുള്ള കോൺഫിഡൻസ്, അതുപോലെ ആ ഓർഗനൈസേഷൻ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എത്രത്തോളം കളക്റ്റീവ് ബാർഗൈനിങ് നടന്നിരുന്നു, എങ്ങനെയാണ് നടന്നിരുന്നത്, അതിൻ്റെ ഇഫക്റ്റീവ്നെസ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ്, അവരുടെ നെഗോസിയേഷൻ എങ്ങനെയാണ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്കോപ്പ് ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ഷനാണ് ഇല്ലേ. അതിൽ ഈ പറയുന്ന നമ്മളുടെ മാനേജ്മെൻറ്റും റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വർക്കേഴ്സ്, ദാറ്റ് ഈസ് ട്രേഡ് യൂണിയൻസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണിത് ഗ്രൂപ്പ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒപ്പോസ്ഡ് ടു ഇൻഡിവിജ്വൽ ആക്ഷൻ അല്ല, ഗ്രൂപ്പ് ആക്ഷനാണ് വരുന്നത്. അത് നമ്മളുടെ വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ദാറ്റ് മീൻസ് ട്രേഡ് യൂണിയൻസ് ആണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. കാരണം എംപ്ലോയീസിനെ എംപ്ലോയ്മെൻറ്റ് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ട്രേഡ് യൂണിയൻസ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഡെലിഗേറ്റ്സ് അവരൊരു ബാർഗൈനിങ് ടേബിളിൽ ഒരു വശത്തും, മറുവശത്ത് നമ്മുടെ ട്രേഡ് യൂണിയൻസ് വർക്കേഴ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അത് ആ ട്രേഡ് യൂണിയൻസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലുള്ള ട്രേഡ് യൂണിയനിലെ റെപ്രസെൻറ്റേറ്റീവ്സോ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള മെമ്പേഴ്സോ അല്ലെങ്കിൽ നാഷണൽ വൈഡ് മെമ്പേഴ്സോ ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും അവർ വരിക. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളാണ്. പിന്നെ എവിടെ വെച്ച് വേണമെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് നടത്താം എന്നുള്ളതുമാണ്. അത് ഫിക്സഡ് അല്ല, സ്റ്റാറ്റിക് ആണ്. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പിന്നെ ഇതിൻ്റെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇതിന് കോംപ്രമൈസ് ചെയ്യാനായിട്ട്. എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക്, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് ഒരു ഫൈനൽ അഗ്രിമെൻറ്റിൽ നമ്മൾ ഫൈനലായിട്ട് സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ബൈപാർട്ടേറ്റ് പ്രോസസ്സാണ്. 2 പാർട്ടീസ് മാത്രമേ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ എംപ്ലോയേഴ്സ് ഒരു സൈഡും മറ്റു സൈഡിൽ നമ്മുടെ എംപ്ലോയീസും. തേർഡ് പാർട്ടി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓക്കെ. അത് മെയിനായിട്ടും നമ്മളുടെ എംപ്ലോയീസിൻ്റെ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നത്. ഈ കളക്റ്റീവ് ബാർഗൈനിങ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓരോ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കളക്റ്റീവ് ബാർഗൈനിങ് നടത്താവുന്നത് ഒരു മെക്കാനിസം, ഒരു കണ്ടിന്യൂയിങ് മെക്കാനിസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂയിങ് മെക്കാനിസം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയൻസും തമ്മിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന
പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രീതിയിൽ ഒരു നടക്കുന്ന പ്രക്രിയ ആയാൽ മാത്രമേ അത് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് ഒരു ഹാർട്ടായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, സോ അതിലൂടെ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ജോയിൻ്റ് കൺസിഡറേഷൻ മാനേജ്മെൻറ്റും എംപ്ലോയീസും ട്രേഡ് യൂണിയൻസും തമ്മിൽ, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പ്രോബ്ലംസ് പ്രോപ്പറായി സോൾവ് ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ശരിക്കും നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അറ്റ് വർക്ക്. നമ്മുടെ ജോലി സ്ഥലത്തുള്ള ഒരു വ്യാവസായിക ജനാധിപത്യമാണെന്ന് പറയാം. ദറ്റ് മീൻസ് എംപ്ലോയീസും ഒത്തൊരുമിച്ച് നിന്ന് കാര്യങ്ങളെല്ലാം സുഗമമായി തീരുമാനിക്കുക. അപ്പോൾ അതിൽ ഈ പറയുന്ന ലേബേഴ്സിനെ ഗവൺ ചെയ്യുന്നതും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ശരിക്കും ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് നമ്മളുടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തത്വത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് നമുക്ക് നമ്മളുടെ വ്യവസായ സംരംഭങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഗവൺനൻസ് തന്നെ മതി. അത് വേറൊരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റിൽ വേണ്ട, നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കാം എന്നുള്ളൊരു ഉദ്ദേശം, ഏകപക്ഷീയമായിട്ടുള്ളൊരു ഉദ്ദേശമാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഉത്ഭവിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പം ഈ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ വെറുതെ അങ്ങ് ഒരു എഗ്രിമെൻറ്റ് സീനിയോറിറ്റി ബേസ് ചെയ്തിട്ട് അവരുടെ വേജസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അവരുടെ ലീവിനെ സാങ്ഷനാക്കി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വെറും ഒരു സിഗ്നേച്ചർ ചെയ്യുന്ന എഗ്രിമെൻ്റ് അല്ല ഇത്. ഒരു ടേബിളിന് ചുറ്റും ഇരുന്നു കൊണ്ട് വെറുതെ അവരുടെ എംപ്ലോയീസിൻ്റെ ഗ്രീവൻസസ് ഡിസ്കസ് ചെയ്യുന്നതുമല്ല, മറിച്ച് ഒരു ഡെമോക്രാറ്റിക്കായിട്ട് ജനാധിപത്യമായിട്ട് ഒരു ജോയിൻറ്റ് ഫോർമുലേഷനാണ്. എംപ്ലോയീസും ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ കമ്പനി പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്കേഴ്സിനെ അവരുടെ ജോലിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം എടുക്കുന്നതാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് പ്രോസസ്സ് അല്ല. ഇത് രണ്ട് കൂട്ടർക്കും, നമ്മുടെ മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും ഒരുമിച്ച് പരസ്പര പൂരകങ്ങളായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. രണ്ട് പാർട്ടീസിനും എന്തെങ്കിലും അതിൽ നിന്ന് വേണം. അതാണ് ഞാൻ പറഞ്ഞത് വിൻ വിൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ എംപ്ലോയീസിനെ ആണെങ്കിൽ അവർക്ക് അവരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രൊഡക്ടിവിറ്റി, അവരുടെ എഫിഷ്യൻസി, എഫേർട്ട് കൂടുതലാക്കിക്കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും. അതേസമയം മാനേജ്മെൻറ്റിന് അങ്ങനെ കൂടുതലായിട്ടുള്ള എഫേർട്ട് ആൻഡ് എഫിഷ്യൻസിക്ക് കൂടുതലായിട്ട് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവും. അങ്ങനെ അവർ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്.